ഹരേ കൃഷ്ണ. ജയ് ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. രാമായണം ചർച്ച നമുക്ക് തുടരാം. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ദിവസവും രാമായണം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഭരതസ്വാമി അയോധ്യയിലേക്ക് തിരിച്ച് എത്തുന്ന ആ ഒരു രംഗമാണ് ചർച്ച ചെയ്തത്. ഇപ്പം ഭരതസ്വാമി അയോധ്യയിലെത്തി കൈകേയി ദേവിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകേയി ദേവി വളരെ സന്തോഷത്തിലാണ് ഭരതസ്വാമി ഇങ്ങനെ തിരിച്ചെത്തിയല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ ഭരതസ്വാമിക്ക് അറിയത്തില്ല നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ഭരതസ്വാമിയുടെ പ്രതികരണം. ദശരഥ മഹാരാജാവ് പോയി എന്നറിയുമ്പോഴും ഭഗവാൻ വനവാസത്തിന് പോയെന്നറിയുമ്പോഴും എന്തായിരിക്കും ഭഗവാന്റെ പ്രതികരണം, ഭരതസ്വാമിയുടെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹന രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹനലളിത ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ തമാചാര്യപാദായ നിതായ കൃപപ്രദായ ഗൗരകഥാദാമദാന ഗുരുരാമദാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീപാർശ്വവാനവേ ദേവി ദൈതായ കൃപാബ്ധേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയം വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ ഭാവധന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുഹൃദോ പങ്കോർമമോന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാഗാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീനഗോവിന്ദത്തെ ഗോപ്രേഷ്ഠാരഭി സേവ്യമാനുസ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്മരേർഗോപേൻ ഗോപീനാഥസ്യേസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായതി ഗിരിം യത്കൃപാതൃമാം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ രാവിലെ നമ്മൾ ചർച്ച ചെയ്ത പ്രകാരം ദശരഥ മഹാരാജാവ് മരിച്ചു എന്ന വാർത്ത ഭരതസ്വാമി അറിയുകയാണ്. അങ്ങനെ ഭരതസ്വാമി കേകയ രാജ്യത്തിൽ നിന്നും അയോധ്യയിലേക്ക് എത്തുകയാണ്. ദൂതന്മാരെ പെട്ടെന്ന് അയക്കുകയാണ്. അവരെ പെട്ടെന്ന് പോയി വാർത്ത അറിയിക്കുന്നു. പക്ഷെ നടന്ന സംഭവങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ ഭരതസ്വാമി അച്ഛൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ അച്ഛനെ കണ്ടില്ല. എല്ലാവരും ഭരതസ്വാമിയുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ല. എല്ലാവരും ആ മുഖത്തോട്ട് നോക്കുന്ന ആ ഒരു സന്ദർഭം അകറ്റാൻ നോക്കുകയാണ്. കൊട്ടാരത്തിലുള്ള എല്ലാ സ്ത്രീജനങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുന്നു. ഒന്നും സംസാരിക്കുന്നില്ല. സാധാരണ രീതിയിൽ എല്ലാ വാദ്യോപകരണങ്ങളുടെയും ശബ്ദം കേൾക്കുന്നതാണ്. ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ഭരതസ്വാമിക്ക് കൂടുതൽ ആശങ്ക വർദ്ധിച്ചു. അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും ആൾക്കാരോട് ചോദിക്കാൻ ഒരു മടിയായിരുന്നു. അങ്ങനെ ഭരതസ്വാമി നേരെ അമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ്. കൈകയുടെ മുറിയിലേക്ക്. കൈകയുടെ മുറിയിലെത്തിയ ഉടൻ തന്നെ കൈകി ചാടി എഴുന്നേറ്റു. ഭരതസ്വാമി നമസ്കരിച്ചു. അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചു. അപ്പോൾ കൈകി ഭരതസ്വാമി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം എത്രയോ നാളായി ഭരതസ്വാമിയെ ഒന്ന് കണ്ടിട്ട്. മകനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മടിയിലിരുത്തി കൈകി അവർ ചോദിച്ചു, മോനെ നിൻ്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നീ ഒരുപാട് തളർന്നു കാണുമല്ലോ. നിൻ്റെ അപ്പൂപ്പനും അമ്മാവന്മാരും ഒക്കെ സുഖത്തിലല്ലേ? അവിടെ ആയിരുന്നപ്പോൾ നിനക്ക് എല്ലാം സന്തോഷമല്ലായിരുന്നോ? ഞാൻ നിന്നെ ഒരുപാട് ഓർത്തു. നിന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ചു. നിന്നെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. ഇങ്ങനെ പല പല ചോദ്യങ്ങളും ചോദിച്ചു. ഭരതസ്വാമി ഭരതസ്വാമിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. പക്ഷെ എന്നാലും ഉള്ളിലൊരു ആശയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു അദ്ദേഹം വിചാരിച്ചു, ഞാൻ നമ്മുടെ രാജാവിനെ കാണുന്നില്ല, നമ്മുടെ അച്ഛനെ കാണുന്നില്ലല്ലോ. എവിടെയാണ് എൻ്റെ അച്ഛൻ? എല്ലാവരും ഇങ്ങനെ ദുഃഖത്തിലായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരും ഒന്നും സംസാരിക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെ കാല് തൊട്ട് നമസ്കരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അമ്മ ദേവിയത് പറയൂ, അച്ഛൻ കൗശല്യദേവിയുടെ മന്ദിരത്തിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ ആ രാജ്യത്തിനോടുള്ള അത്യാഗ്രഹം മൂലം കൈകേയി മകൻ ഭരതനോട് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുകയാണ്. ഏറ്റവും വലിയ ഭയാനകമായിട്ടുള്ളൊരു വാർത്ത. അത് എന്തോ വലിയൊരു സന്തോഷ വാർത്ത പറയുന്ന പോലെയാണ് കൈകേയി സംസാരിക്കുന്നത്. ഭരത, നിൻ്റെ ശ്രേഷ്ഠനായിട്ടുള്ള ആ അച്ഛൻ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ആശ്രയമായിരുന്ന ദേവന്മാരുടെ ആ ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി മുതൽ ഈ രാജ്യം നിൻ്റേതാണ്.
ഈയൊരു വാർത്ത കേട്ടിട്ട് ഭരതൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭരതൻ മുട്ടുകാലിൽ ഇങ്ങനെ വീണു, കരയാൻ തുടങ്ങി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. തറയിലിങ്ങനെ കൈയടിച്ചു. ഭരതൻ ഭയപ്പെട്ട ആ ഒരു കാര്യം തന്നെ നടന്നു. മനസ്സ് ഒരുപാട് ആശങ്കയിൽ മുങ്ങിപ്പോയി. ഒരുപാട് പരിഭ്രമത്തോടു കൂടി ഭരതൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ അച്ഛൻ ഇരിക്കുമ്പോഴാണ് ഈ സിംഹാസനം ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ തേജസ് എല്ലാം മങ്ങിയിരിക്കുകയാണ്. എൻ്റെ പ്രിയ അച്ഛൻ എവിടെയാണ്? ഭരതൻ്റെ സുന്ദരമായിട്ടുള്ള ആ മുഖം കൈകൊണ്ട് മറച്ചു, കരഞ്ഞുകൊണ്ട്. തുടർച്ചയായിട്ട് ആ മേൽവസ്ത്രം കൊണ്ട് കണ്ണീര് തുടയ്ക്കുന്നു. പക്ഷെ വീണ്ടും വീണ്ടും കണ്ണീരിങ്ങനെ ഒഴുകി വരികയാണ്. സ്വർണത്തെ പോലെ തിളങ്ങുന്ന ആ ഭരതൻ്റെ ശരീരം ഇപ്പോൾ തറയിൽ വീണ് പൊടി പരണ്ടിരിക്കുകയാണ്. കൈകേയി മകനെ പിടിച്ചുയർത്തി എന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കൂ രാജാവേ, നീ ഒരു നിർഭാഗ്യനെ പോലെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിന്നെപ്പോലെ പുണ്യാത്മാക്കൾ ഒരിക്കലും ഇങ്ങനെ കരയാൻ പാടില്ല. മനസ്സിനെ ശാന്തമാക്കൂ, സത്യത്തെ സ്വീകരിക്കൂ. ഇനി ഭൂമി മുഴുവൻ നീയാണ് ഭരിക്കേണ്ടത്. ഇതൊന്നും ഭരതൻ അത്ര ശ്രദ്ധയോടുകൂടി കേട്ടില്ല. ഒന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊന്നും അത്ര ഗൗരവത്തോടുകൂടി എടുക്കുന്നില്ല ഭരതൻ അച്ഛനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഓർക്കുകയാണ് ഭരതൻ. എന്നിട്ട് രാജതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ, രാജഭരണം എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അച്ഛനോടൊത്ത് കളിച്ചതും അച്ഛനോട് തമാശ പറഞ്ഞതും പല പല പൂർവികരുടെ കഥകൾ അച്ഛൻ പറഞ്ഞതും അതൊക്കെ ഭരതൻ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പോയി ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഭരതൻ ചിന്തിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ആരും എന്താ ഒന്നും പറയാനത്. മനസ്സിനെ എങ്ങനെയൊക്കെയോ ശാന്തമാക്കിയിട്ട് അദ്ദേഹം ഭരതൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛൻ ശ്രീരാമസ്വാമിയെ, എൻ്റെ ജ്യേഷ്ഠനായ രാമനെ എത്രയും പെട്ടെന്ന് യുവരാജാവാക്കാൻ വേണ്ടിയാണ് അച്ഛൻ വിളിച്ചത് എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. ഞാൻ എൻ്റെ അച്ഛനെയും കാണുന്നില്ല, എൻ്റെ ജ്യേഷ്ഠനായ രാമനെയും കാണുന്നില്ല. ഭരതൻ ഒരുപാട് പരിഭ്രമത്തിലായി. പക്ഷെ ഇപ്പോഴും കൈകേയിക്ക് ഒരു കൂസലുമില്ല. അന്നേരം ഭരതൻ ചോദിക്കുകയാണ്, അമ്മ, എൻ്റെ അച്ഛൻ എന്ത് രോഗമാണ് ബാധിച്ചത്? അമ്മ പറയൂ. രാമനും ലക്ഷ്മണനും ജ്യേഷ്ഠനായ രാമനും എൻ്റെ അനുജൻ ലക്ഷ്മണനും എത്ര ഭാഗ്യവാന്മാരാണ്. കാരണം അച്ഛൻ്റെ ആ ശേഷക്രിയ ചെയ്യാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചില്ലേ? അതോ എൻ്റെ അച്ഛൻ ഇപ്പോഴും ഉണ്ടോ? ഞാൻ വന്നത് അദ്ദേഹം അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം തന്നെ എൻ്റെ അടുത്ത് വരേണ്ടതല്ലേ? എന്നെ കെട്ടിപ്പിടിക്കേണ്ടതല്ലേ? എൻ്റെ ദേഹത്ത് തലയോട് കൈ വെച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആ കൈകൾ ഇപ്പോൾ എവിടെയാണ്? ഭരതൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണീര് ധാരധാരയായിട്ട് കണ്ണീരൊഴുകിയായിരുന്നു. ഞാൻ എത്തിയ കാര്യം രാമനെ അറിയിക്കൂ. ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം, അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം ജ്യേഷ്ഠനാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠനായ രാമൻ്റെ കാൽക്കൽ വീഴും. എന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ എന്താണെന്ന് അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി നൽകിയ ആ സന്ദേശം എന്താണെന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കൈകേയി മെല്ലെ മെല്ലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. നിൻ്റെ ശ്രേഷ്ഠനായിട്ടുള്ള അച്ഛൻ, ഏറ്റവും ബുദ്ധിമാനും ധീരനുമായിട്ടുള്ള അച്ഛൻ, രാമ, സീത, ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയെന്ന് പറയുന്നത്. എന്നിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, രാമനെയും സീതയും ലക്ഷ്മണനെയും വീണ്ടും കാണാൻ പറ്റുന്ന അവരായിരിക്കും ഏറ്റവും ഭാഗ്യശാലികൾ
അവരായിരിക്കും ഏറ്റവും സന്തോഷമുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് മരിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഭരതന് കൂടുതൽ പരിഭ്രമമായി. ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ്? എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എവിടെയാണ്? സീതാദേവി എവിടെയാണ്? അമ്മയടുത്ത് ചോദിച്ചു. അപ്പോൾ കൈകേയി മെല്ലെ മെല്ലെ വനവാസത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. അത് കേട്ടു കഴിഞ്ഞാൽ ഭരതന് വലിയ സന്തോഷമാകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. രാമൻ സീതയും ലക്ഷ്മണനുമായിട്ട് രാജ്യം ഉപേക്ഷിച്ച് മരവുരിയും ധരിച്ച് കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അവർ 14 വർഷം താമസിക്കും. ഇത് കേട്ടപ്പം ഭരതന് കൂടുതൽ കൺഫ്യൂഷനായി, ഷോക്കായി. ഭരതൻ വിചാരിക്കും, ഇതെങ്ങനെയാണ് സത്യമാകുന്നത്? രാമനെ ആരാണ് വനവാസത്തിൽ അയച്ചത്? അത്ര വലിയ തെറ്റ് രാമൻ ചെയ്യോ? ഇതെല്ലാം കേട്ടിട്ട് വളരെയധികം പരിഭ്രാന്തനായിട്ട് ചോദിച്ചു, ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണരുടെ സ്വത്ത് എന്തെങ്കിലും രാമൻ അപഹരിച്ചോ? ഒരു പാപം ചെയ്ത വ്യക്തിയെ ആരെങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ കൊന്നോ? പിന്നെ മറ്റൊരു ആളുടെ പത്നിയെ എൻ്റെ രാമൻ ഒരിക്കലും തെറ്റായിട്ട് നോക്കത്തില്ല. രാമൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാപം ചെയ്യുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് രാമനെ വനവാസത്തിലേക്ക് അയച്ചിരിക്കുന്നത്? ഒപ്പം വളരെ നിഷ്കളങ്കയായിട്ടുള്ള സീതാദേവിയെയും പിന്നെ ലക്ഷ്മണനെയും. കൈകേയിക്ക് ഭരതൻ്റെ ആ ഒരു ഭാവം മനസ്സിലായില്ല. അജ്ഞാനം മൂലം കൈകേയി വിചാരിച്ചു, ഈ ഒരു പദ്ധതികളൊക്കെ കേട്ടപ്പം കൈകേയി ആസൂത്രണം ചെയ്ത പദ്ധതികളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഭരതന് ഒരുപാട് സന്തോഷമാണെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഭരതൻ ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന ചക്രവർത്തി സമ്രാട്ടാവുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് അമ്മയോട് നന്ദി പറയുമെന്ന് വിചാരിച്ചു കൈകേയി. അതുകൊണ്ട് കൈകേയി വളരെ ചിരിച്ചുകൊണ്ട് മകനോട് പറയണം, രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. പക്ഷേ നിന്നെ തഴഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ രാമനെ യുവരാജാവാക്കാൻ പോവുകയാണ്. ഈ ഒരു വാർത്ത ഞാൻ കേട്ടുടൻ തന്നെ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞു രാമനെ വനവാസത്തിലേക്ക് അയക്കാനും പിന്നെ നിന്നെ യുവരാജാവാക്കാനും. ഇത് കേട്ടുടനെ ഭരതൻ്റെ മുഖം അങ്ങ് മാറി. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിന്റെ ചക്രവർത്തിയായ അച്ഛൻ ഇതിനു മുമ്പേ എനിക്ക് 2 വരം നൽകിയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഞാൻ ജീവൻ രക്ഷിച്ചതുകൊണ്ട്. അതുകൊണ്ട് ആ വരമായിട്ട് ഞാൻ ചോദിച്ചത് രാമനെയും ഒപ്പം സീതയും ലക്ഷ്മണനെയും വനവാസത്തിലേക്ക് അയക്കാനും. ഈ ഒരു വനവാസത്തിൻ്റെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ, ഈ വനവാസം രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ ഒരുപാട് ദുഃഖമായി. ആ ഒരു ദുഃഖത്തിൽ നിൻ്റെ അച്ഛൻ എപ്പോഴും രാമ രാമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അയോധ്യാധിപതിയായ നിൻ്റെ അച്ഛൻ ഇവിടുന്ന് പോയി, സ്വർഗത്തിലേക്ക് പോയി. കൈകേയി അപ്പോൾ മുഖത്ത് നോക്കിയപ്പോഴത്തേക്ക്, ഭരതൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഭരതന് ഒരുപാട് ദുഃഖത്തിലായിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ കൈകേയി വീണ്ടും ഒരു കൂസലില്ലാതെ പറയാണ്, മോനെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അയോധ്യയും ഈ ഭൂമിയും എല്ലാം നിൻ്റേതാണ്, നിന്നെ ആശ്രയിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിൻ്റെ അച്ഛൻ്റെ ശേഷക്രിയ ചെയ്യൂ, എന്നിട്ട് എതിരാളികളില്ലാത്ത ഈ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഭരതന് ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭരതൻ വിചാരിക്കുക, ഈ അമ്മയ്ക്ക് എന്താ പറ്റി, ഭ്രാന്ത് പിടിച്ചോ? ആ അമ്മയ്ക്ക് എങ്ങനെ തോന്നി എനിക്ക് രാമനോട് ദ്വേഷമുണ്ടെന്ന്? എന്നിട്ട് ആ രാമൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഈ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റി? ഭരതൻ മുഖം മറിച്ച് വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി. തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റാതെ ഭരതസ്വാമി കൈയെടുത്ത് പറയാണ്, അതായത് ഒരു നാണമില്ലാത്ത എൻ്റെ അമ്മ ഇത്രയും നാണം കെട്ട് പോയത് എങ്ങനെയാണ് എന്നിങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് ഭരതസ്വാമി കൈയെടുത്ത് പറയുകയാണ്, ക്രൂര സ്ത്രീയെ, നിന്റെ മനസ്സിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്? എങ്ങനെയാണ് നിനക്ക് ഇത്രയും ക്രൂര പ്രവൃത്തി ചെയ്യാൻ പറ്റിയത്?
എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളില്ലാതെ ഈ ഒരു സാമ്രാജ്യം എനിക്ക് ലഭിച്ചിട്ട് എന്ത് പ്രയോജനമാണ്? എൻ്റെ അച്ഛനെ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെയും വനത്തിലേക്ക് പറഞ്ഞയച്ചു. ഒന്നിൻ്റെ പുറകെ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും കൊണ്ടുവന്നു. ഭരതന് വലിയ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഭരതൻ ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മ ചെയ്ത തെറ്റ് ഒരിക്കലും മാപ്പർഹിക്കുന്നല്ല. ഭരതനാണെങ്കിൽ അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കൈകി വിറയ്ക്കാൻ തുടങ്ങി. ഇനിയും വളരെ നല്ല ശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കൈകിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഭരതൻ സംസാരിക്കാൻ തുടങ്ങി. വലിയൊരു കാളരാത്രി പോലെയാണ് നീ നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ അച്ഛൻ നിന്നെ സ്വീകരിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിലൂടെ ഈ വംശം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ഇല്ലാത്തടത്ത് നീയായിട്ട് ഒരു തെറ്റുണ്ടാക്കി, ഒരു ആപത്തുണ്ടാക്കി, നമ്മുടെ കുടുംബത്തിലെ എല്ലാ സന്തോഷവും സമാധാനവും നീ കെടുത്തി നിന്റെ അത്യാഗ്രഹം കാരണം. നിനക്ക് എന്ത് പ്രയോജനമാണ് കിട്ടിയത്? എൻ്റെ അച്ഛനെ കൊല്ലുന്നതിലൂടെയും അത് എൻ്റെ പ്രിയ ജ്യേഷ്ഠനെ വനത്തിൽ അയക്കുന്നതിലൂടെ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടിയത്? ഇതെല്ലാം കേട്ടപ്പോൾ കൈകി എങ്ങനെയെങ്കിലും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. മന്ദരയായിട്ടുള്ള ആ സംവാദം കൂടെ പറഞ്ഞു. ഞാൻ ഒരിക്കലും നിന്റെ അച്ഛനോടൊന്നും പറഞ്ഞില്ല. പക്ഷെ മന്ദര എന്നോട് പറഞ്ഞു, നിന്നോട് എന്തോ അനീതി നടക്കുകയാണ്. എൻ്റെ പ്രിയപുത്ര, നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പ്രവർത്തിച്ചത്. ഇത് കേട്ടവും ഭരതൻ്റെ ദേഷ്യം ഇനിയും വർദ്ധിച്ചു. കത്തി ജ്വലിക്കുകയായിരുന്നു ഭരതൻ്റെ ഹൃദയം. കണ്ണൊക്കെ ചുമന്നു. ഭയപ്പെടുത്തുന്ന രീതിയിൽ കൈയെ നോക്കി. അപ്പോഴേക്കും കൈകേക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ ചെയ്തത് ഭരതന് വേണ്ടി. എന്നിട്ട് ഭരതൻ നിന്ന് ഈ വാക്കൊക്കെ കേട്ടപ്പം കൈകേക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. തലകുനിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എത്ര വലിയ ആപത്താണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു. നിന്നെ ദശരഥ മഹാരാജാവ് വിവാഹം കഴിച്ചതിലൂടെ കൗസല്യാദേവിയുടെയും സുമിത്ര ദേവിയുടെയും ജീവിതം വലിയൊരു ദുരിതത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും നിനക്കൊരു വിഷമം തോന്നില്ലേ? ആ പാവപ്പെട്ട ആ കൗസല്യാദേവിയും സുമിത്രാദേവിയും കരയുന്നത് സ്വന്തം മക്കളെ ആലോചിച്ചും ഭർത്താവിനെ ആലോചിച്ചും കരയുമ്പോഴും നിന്റെ ഉള്ളിൽ ഒരു കരച്ചിലും തോന്നില്ലേ? നിങ്ങളുടെ ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ? രാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും പോലുള്ള ഇത്രയും സദ് വ്യക്തികൾ വനവാസത്തിന് പോകുമ്പോൾ നിനക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? ഇത് കണ്ട് മറ്റു ബന്ധുക്കളും ദുഃഖിച്ചിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? ഇങ്ങനെയൊക്കെ ഭരതൻ പറയുകയാണ്. ഭരതൻ ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴും കൈകി ശാന്തയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭരതൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ ഈ പ്രവൃത്തികളെല്ലാം. ഭരതൻ ചിന്തിക്കുകയായിരുന്നു, ഈ അമ്മയുടെ ഉള്ളിൽ എന്തെങ്കിലും ബാധ കയറിയോ? ഇങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മ പ്രവർത്തിച്ചിട്ടില്ലല്ലോ. രാമനെ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ രാമനെ സ്നേഹിച്ച ആളാണ് കൈകി. അതുകൊണ്ട് രാമൻ ഈ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ആധിപത്യം സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ കൈകേയിക്ക് എന്തിനാണ് ഇത്രയും വിഷമിക്കേണ്ട ആവശ്യം? ഭരതൻ എന്നിട്ടും വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. നിന്റെ ഉള്ളിലെ കാമം കാരണം എനിക്ക് രാമനോടുള്ള ഭക്തി നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാമനില്ലാതെ ഒരിക്കലും ഞാൻ ഈ രാജ്യം സ്വീകരിക്കത്തില്ല. എൻ്റെ ബുദ്ധി, ശക്തി എല്ലാം എൻ്റെ ജ്യേഷ്ഠനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. രാമൻ തന്നെയാണ് രാജാവാകേണ്ടത്. ഞാൻ അദ്ദേഹത്തിൻ്റെ എളിയ ദാസനായിരിക്കും. ഒരു കാള വലിയ ഭാരം ചുമക്കുന്നത് പോലെ ഒരു പാവപ്പെട്ട ഒരു പശുക്കുട്ടിക്ക് അതൊന്നും ചുമക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി
രാമനില്ലാതെ ഈ രാജ്യം ഭരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വരികയാണെങ്കിൽ പോലും ഞാനത് ഒരിക്കലും സ്വീകരിക്കത്തില്ല. നിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ ഒരിക്കലും ഞാൻ സഫലീകരിക്കത്തില്ല. ഞാൻ അതിനു പകരം മരിക്കുമെന്ന്, ജീവത്യാഗം ചെയ്യുന്നു. ഭരതൻ്റെ മനസ്സിൽ അങ്ങ് ദേഷ്യം ഇനിയും വർദ്ധിച്ചു. ഭരതൻ ചിന്തിച്ചു, കൈകേയി ചെയ്ത ഈ ആപത്തുകളൊക്കെ എങ്ങനെയെങ്കിലും തിരുത്തണം. ഭരതൻ തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് വനത്തിൽ പോകണം, രാമനെ കണ്ടുപിടിക്കണം. എന്നിട്ട് രാമനെ അറിയിക്കണം, കൈകേയി ചെയ്ത ഈ പ്രവൃത്തിയിൽ ഭരതൻ്റെ ഒരു പങ്കുമില്ല എന്ന് രാമനെ അറിയിക്കണം. ഭരതൻ ചിന്തിക്കുകയാണ്, രാമൻ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്. ഭരതൻ ചിന്തിച്ചു, എന്തായാലും ഇതിൻ്റെ പുറയിൽ എൻ്റെ പങ്കുണ്ടെന്ന് രാമൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ എന്തായിരിക്കും? ഇതൊക്കെ ഓർത്ത് ഭരതൻ്റെ എല്ലാ സമാധാനവും കിട്ടും. വീണ്ടും കൈകേയെടുത്ത് പറയാണ്, നിന്റെ ഈ പാവപ്രവൃത്തി കാരണം എല്ലാ ധർമ്മവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൊതുവെ ശാസ്ത്രമനുസരിച്ച് ഒരു രാജാവിൻ്റെ മൂത്ത മകൻ തന്നെയാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. പ്രത്യേകിച്ച് ആ മൂത്ത മകൻ എല്ലാവിധ സദ്ഗുണ സമ്പന്നനാണെങ്കിലും എല്ലാ ജനങ്ങളുടെയും പ്രിയപ്പെട്ട ആളാവുമ്പോൾ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഞാൻ രാമനെ തിരിച്ചു വനത്തിൽ നിന്ന് കൊണ്ടുപോകും. ദുഷ്ടയായ സ്ത്രീ, നീ ഒരിക്കലും എന്നെ രാജാവായിട്ട് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഭരതൻ വീണ്ടും വീണ്ടും വളരെ ശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. കൈകേയി ശാന്തയായിട്ട് എല്ലാം കേൾക്കുകയായിരുന്നു. കൈകേയിയുടെ മനസ്സാകെ പരിഭ്രാന്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭരതൻ്റെ ഈ ഒരു പ്രതികരണം കൈകേയി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് കൈകേയിക്ക് എന്ത് മറുപടി പറയണമെന്ന് മനസ്സിലായില്ല. ഭരതൻ വീണ്ടും വീണ്ടും തലയാട്ടിക്കൊണ്ട് പറയാണ്, നീ ഇത്രയും വലിയൊരു പാപമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും നരകത്തിൽ പോകും. നിന്റെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ അവിടെ അസംഖ്യം യുഗങ്ങളോളം നീ അവിടെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇനി നീ എന്നോടൊന്നും സംസാരിക്കരുത് ദുഷ്ടയായ സ്ത്രീ. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണ്. നീ എൻ്റെ അമ്മയല്ല, നീ ഈ ചക്രവർത്തിയുടെ ഭാര്യയല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രാക്ഷസിയാണ്, നമ്മുടെ കുടുംബത്തിൽ കയറിയ രാക്ഷസി, ബന്ധുവിൻ്റെ വേഷവും ധരിച്ചുകൊണ്ട് വന്ന രാക്ഷസിയാണ്. ഒരു സർപ്പം ചീറ്റുന്ന പോലെ ഭരതൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരതൻ വീണ്ടും വീണ്ടും ചിന്തിക്കണം, എത്രയും പെട്ടെന്ന് ഇതിനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. രാമനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. എന്നിട്ട് രാമന് പകരം ഭരതൻ തന്നെ ആ വനവാസം പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും പ്രജകളൊക്കെ ദുഃഖിച്ചിരിക്കുമ്പോൾ, രാമൻ ഒറ്റയ്ക്ക് വനത്തിൽ കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അയോധ്യയിൽ കഴിയാൻ കഴിയുക? എന്നിട്ട് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ക്രൂരയായ സ്ത്രീ, നിന്റെ ഈ പ്രവൃത്തി കാരണം ഈ പാവത്തിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷയില്ല. നീ ഒന്നുകിൽ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യൂ, അല്ലെങ്കിൽ വിഷം കുടിക്കൂ, അല്ലെങ്കിൽ നീ തന്നെ വനത്തിൽ പോകാൻ പറഞ്ഞു. അതല്ലാതെ ഈ പാവത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രാമനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുമ്പോൾ, സിംഹാസനത്തിൽ ഇരുത്തുമ്പോൾ മാത്രമായിരിക്കും ഞാൻ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഭരതൻ ഭൂമിയിൽ ബോധം കെട്ട് വീഴുകയാണ്. വസ്ത്രമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമായി, രത്നങ്ങളെല്ലാം തറയിൽ വീണു. ഇങ്ങനെ ദുഃഖത്തിലാണ്ടിരിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരവിടെ എത്തി. കൈകേയിയായിട്ടുള്ള സംവാദം എല്ലാം കേട്ടു. ഭരതന് സുബോധം തിരിച്ചു കിട്ടി. മന്ത്രിമാരോട് പറഞ്ഞു, എഴുന്നേറ്റ് പെട്ടെന്ന് വീണ്ടും അമ്മയെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും കൈകേയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരതൻ അച്ഛനായ ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരോട് ഉറക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കൂ, ഈ സ്ത്രീ, ഈ പാപിയായിട്ടുള്ള സ്ത്രീ എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ പ്രിയ ജ്യേഷ്ഠനെ വനത്തിൽ അയച്ചതും ഈ ക്രൂര പ്രവൃത്തികൾ ചെയ്തതും. എനിക്ക് ഈ രാജ്യം ഒരിക്കലും വേണ്ട. രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ അയോധ്യയിലായിരുന്നില്ല. ഇന്നാണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ അറിയുന്നത്. കൗശല്യാദേവിയുടെ മുറി തൊട്ടടുത്തായിരുന്നു. ഭരതൻ്റെ ആ വാക്കുകളൊക്കെ കേട്ടു.
ദേവി സ്വയം ഇവിടുന്ന് എഴുന്നേറ്റ് ഭരതൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് വരിക. ആ സമയത്ത് ഭരതനും കൗശല്യാദേവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഭരതൻ ഉടൻ തന്നെ കൈകയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ശത്രുഘ്നനുമായിട്ട് പോവുകയാണ്. അങ്ങനെ ആ പോകുന്ന വഴിക്ക് തന്നെ കൗശല്യാദേവിയെ കാണുകയാണ്. ദേവി വെള്ള പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു, വളരെയധികം ശോഷിച്ചു പോയിരിക്കുന്നു, മുഖമൊക്കെ വാടിയിരിക്കുന്നു. ദേവിയുടെ ദേഹം മുഴുവൻ വിറയ്ക്കുകയാണ്. സുബോധം എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു. 2 കുമാരന്മാരെയും കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞു, ബോധം കെട്ട് വീണു. ഭരതനും ശത്രുഘ്നനും അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കൗശല്യാദേവി 2 കുട്ടികളെയും കെട്ടിപ്പിടിച്ചു. 2 പേരും കരയായിരുന്നു. എന്നിട്ട് ദേവി ഭരതനോട് പറഞ്ഞു, നിന്റെ എല്ലാ ശത്രുക്കളും പോയില്ലേ, ഇനി നിനക്ക് ഈ രാജ്യം ആസ്വദിക്കാമല്ലോ. നിനക്ക് ഈ സാമ്രാജ്യമല്ലേ വേണ്ടുന്നു? നിനക്ക് വേണ്ടി നിന്റെ അമ്മ എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. ക്രൂരയായിട്ടുള്ള കൈകി എൻ്റെ മോനെ വനവാസിയാക്കി. ഇനി എന്നെയും കൂടെ ആ ഒരു ദിശയിലേക്ക് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹോമകുണ്ടത്തിൽ എൻ്റെ തല സമർപ്പിക്കും, അതിനോടൊപ്പം സുമിത്രയും. എന്നിട്ട് രാമൻ പോയ അതേ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കും. എന്തായാലും എനിക്കിവിടെ ഇനി കഴിയാൻ കഴിയില്ല എന്ന് കൗശല്യാദേവി പറയണം. കൗശല്യാദേവി ഒരുപാട് വിഷമിച്ചിട്ട് പറയാം, നിന്റെ അമ്മ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ആസൂത്രണങ്ങൾ, ഗൂഢാലോചന എല്ലാം നന്നായിട്ട് ഫലവത്തായി. അതുകൊണ്ട് എല്ലാ സമ്പത്തും ഐശ്വര്യവും ഇനി നീ ആസ്വദിച്ചോളൂ. പക്ഷേ എന്നെ, എൻ്റെ മകൻ എവിടെയാണോ അവിടേക്ക് എത്തിക്കൂ. ഇനിയുള്ള കാലം ഞാൻ വനത്തിൽ താമസിക്കുകയാണ്. കൗശല്യാദേവി ഒരുപാട് ഭരതനെ കുറ്റം പറഞ്ഞു, ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട്. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഭരതസ്വാമിയുടെ സുബോധം നഷ്ടപ്പെട്ടു. മനസ്സ് വിഷമിച്ച് എന്ത് പറയണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ സ്തംഭിച്ചു പോയി. ഭരതസ്വാമി കൗശല്യാദേവിയുടെ കാൽക്കൽ വീണ്ടും കരഞ്ഞു, ഒട്ടുകുത്തി ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഭരതൻ പറഞ്ഞു, ദേവിക്ക് അറിഞ്ഞൂടെ ഞാൻ എത്രത്തോളം എൻ്റെ ജ്യേഷ്ഠൻ രാമനെ ഞാൻ സ്നേഹിക്കുന്നു. ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? ഞാൻ എൻ്റെ ജ്യേഷ്ഠനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഈ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഇന്ന് മാത്രമാണ്. ഭരതസ്വാമി കൗശല്യാദേവിയുടെ കാൽ മുറുകെ പിടിക്കാം. എന്നിട്ട് ഭരതൻ ചിന്തിക്കുകയാണ്, ദേവി ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യമാണ്. ദേവി ഇപ്പോഴും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? എന്നിട്ട് പറഞ്ഞു, ആരൊക്കെയാണോ ഇതിന് ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടത് അവർക്ക് ഈ ശാസ്ത്രങ്ങൾ പറയുന്ന എല്ലാവിധ പാവങ്ങളും ഏൽക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ട് ഒരു യാചകനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഈ ഭൂമി മുഴുവൻ അലയട്ടെ. അവനൊരിക്കലും പുണ്യം ലഭിക്കാതെ പോട്ടെ. അവൻ്റെ സമ്പത്തെല്ലാം എല്ലാവരും തട്ടിപ്പറിച്ചെടുക്കട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളും അവർക്ക് ബാധിക്കട്ടെ. ഉപരിലോകങ്ങളിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റാതെ ആകട്ടെ. ഏറ്റവും വലിയ നരകത്തിൽ അവർ പോട്ടെ. അങ്ങനെ ഭരതൻ്റെ ഉള്ളിൽ ആ ദേഷ്യമെല്ലാം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് കേണപേക്ഷിക്കുകയാണ്, മാപ്പിനായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണ്, ഞാൻ ഇതിലൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഭരതൻ്റെ വിഷമം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അവരോടൊക്കെ എന്താ പറയേണ്ടത്? അങ്ങനെ ഭരതൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ കൗശല്യാദേവിക്ക് സമാധാനമായി. ദേവിക്ക് മനസ്സിലായി ഭരതൻ നിരപരാധിയാണ്. പക്ഷേ ദേവിക്കും ഇത് അറിയാമായിരുന്നു. പക്ഷെ ദേവി ഉള്ളിലുള്ള ആ വിഷമത്തെ തീർക്കാൻ വേണ്ടി പറയുകയായിരുന്നു. അപ്പോൾ മെല്ലെ ഭരതൻ്റെ ആ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ആ വേദന മനസ്സിലാക്കി ഞാൻ നിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കിയിരിക്കുകയാണ്. നിനക്കൊരു പാപവും ലഭിച്ചിട്ടില്ല. നിൻ്റെ മനസ്സൊരിക്കലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. നീ നിൻ്റെ വാക്കിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും നീ ഉപരി ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. നീ ഒരു പുണ്യ ആത്മാവാണ് എന്നൊക്കെ കൗശല്യാദേവി പറയാണ്.
അങ്ങനെ കൗസല്യാദേവിയും ഭരതനും രാമനെക്കുറിച്ച് ഓർത്ത് കുറേ കാര്യങ്ങൾ പറയുകയാണ്. രണ്ടുപേരും രാമൻ്റെ വിരഹത്തിൽ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ അവരുടെ ആ സേവകരെല്ലാവരും വന്ന് അവരവരുടെ മുറിയിലേക്ക് കൊണ്ടുപോകണം. ഭരതനെ ഭരതൻ്റെ മുറിയിലും കൗസല്യാദേവിയുടെ മുറിയിലും അവരവിടെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം വസിഷ്ഠമുനി ഭരതനെ കാണാനെത്തി. എന്നിട്ട് പറഞ്ഞു, രാജകുമാര ഉണരൂ, എല്ലാ ദുഃഖത്തിൽ നിന്നും പുറത്തു വരൂ. എൻ്റെ അച്ഛൻ്റെ ശേഷക്രിയ ചെയ്യേണ്ട സമയമായി. എത്രയും പെട്ടെന്ന് വരൂ ഭരത, കാരണം ഒരുപാട് വൈകിപ്പോയി. വസിഷ്ഠമുനി കണ്ടപ്പോൾ ഭരതൻ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ. പെട്ടെന്ന് തന്നെ കുളിച്ച് വസ്ത്രം മാറി അച്ഛൻ്റെ ആ ശരീരം എണ്ണയിൽ മുക്കിക്കിടക്കുകയാണ്. അവിടെ എത്തുകയാണ്. വസിഷ്ഠമുനി ദശരഥ മഹാരാജാവിൻ്റെ ആ ശരീരത്തെ ഒരു സ്വർണ്ണ പേടകത്തിൽ കൊണ്ടുവരികയാണ്. പലതരത്തിലുള്ള അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച ആ സ്വർണ്ണ പേടകത്തിൽ. ഭരതൻ അച്ഛൻ്റെ ആ ശരീരത്തെ കണ്ടപ്പോൾ ഭരതൻ പറയുകയാണ്, ശ്രേഷ്ഠനായ രാജാവേ, അങ്ങേക്ക് എപ്പോഴും അറിയായിരുന്നു ശരിയും തെറ്റും എന്താണ്. പക്ഷെ അങ്ങ് രാമനെയും ലക്ഷ്മണനെയും വനവാസത്തിൽ അയച്ചതിലൂടെ എന്താണോ അങ്ങ് ഉദ്ദേശിച്ചത്? ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയ ജ്യേഷ്ഠൻ ഇപ്പോൾ എവിടെയാണ്? അങ്ങനെ അച്ഛൻ്റെ കാൽക്കൽ ഭരതൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദശരഥ മഹാരാജാവിൻ്റെ ശരീരം വെള്ളപ്പട്ടു വസ്ത്രത്തിൽ ഇങ്ങനെ മറച്ചു വച്ചിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അണിയിച്ചിട്ടുണ്ട്. ഭരതൻ ഉറക്കെ നിലവിളിച്ച് കരയുകയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോയി പ്രിയ രാജാവേ, ഇനി ഞാൻ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാനാണ്? അങ്ങില്ലാതെ ഈ ഭൂമി ഒരു ആകർഷണവും തോന്നില്ല. ചന്ദ്രനില്ലാതെ ഉള്ള രാത്രി പോലെയാണ് ഈ അയോധ്യ ഇപ്പോൾ. വസിഷ്ഠമുനി ഭരതൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രിയ രാജകുമാര, ഇപ്പോൾ നീ ധൈര്യം സംഭരിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ശേഷക്രിയ ചെയ്യേണ്ട സമയമാണ്. നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കുന്നു. അങ്ങനെ ഭരതൻ പുരോഹിതന്മാരോട് ശേഷക്രിയയുടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ അന്തപുരിയിൽ നിന്ന് തന്നെ അവിടെ നിത്യവും നടക്കുന്ന ആ ഹോമത്തിൽ നിന്നും അഗ്നി കൊണ്ടുവന്നു. ഒരിക്കലും ഒരു ദിവസം പോലും മുടങ്ങാതെ അവിടെ ഹോമം എപ്പോഴും നിത്യവും നടന്നുകൊണ്ടിരിക്കും. ആ തീ ഒരിക്കലും അണഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അന്നേരം അവിടെ ആ തീയിൽ, ആ ഹോമകുണ്ടത്തിൽ നിന്ന് തന്നെ ഇത് കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് തന്നെ ശേഷക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ അഗ്നി കൊടുക്കുന്ന സമയത്ത് ഭരതൻ്റെ തൊണ്ട ഇടറുകയാണ്. ഭരതനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അന്നേരം ആ ശവവും കൊണ്ടുപോകുന്നു. ദശരഥ മഹാരാജൻ്റെ ശരീരം ഒപ്പം ആ ശേഷക്രിയയ്ക്ക് ആ ചിതയിൽ കൊടുക്കാനായിട്ടുള്ള അഗ്നിക്കായിട്ട് ഈ ഹോമകുണ്ടത്തിൽ നിന്നുള്ള അഗ്നിയും കൊണ്ടുപോവുകയാണ്. അങ്ങനെ വലിയൊരു എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ ശരീരത്തിനോടൊപ്പം തന്നെ, ശരീരം കൊണ്ടുപോകുന്ന അതിനോടൊപ്പം തന്നെ എല്ലാവരും കൂട്ടത്തിൽ നടക്കുകയാണ്. പ്രജകളും അവരെല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്തു വന്ന് പുഷ്പങ്ങൾ എറിയുകയാണ്. പലതരത്തിലുള്ള പുതിയ വസ്ത്രങ്ങളൊക്കെ ബഹുമാന സൂചകമായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ ശരീരത്തിന് മുകളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ സരയൂ നദിയുടെ തീരത്തായിട്ട് ദഹിപ്പിക്കാനാണ്, ദശരഥ മഹാരാജൻ്റെ ശരീരത്തെ ദഹിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ചിത ഒരുക്കുകയാണ് ചന്ദനത്തടികൾ കൊണ്ടൊക്കെ. അവസാനം ദശരഥ മഹാരാജൻ്റെ ശരീരത്തെ ആ ചിതയ്ക്ക് മുകളിൽ വയ്ക്കുകയാണ്. എന്നിട്ട് സാമവേദ മന്ത്രങ്ങളൊക്കെ ഉരുവിടുകയാണ്. എന്നിട്ട് ആ ഹോമകുണ്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നിയെ ചിതയിലേക്ക് കത്തിക്കുകയാണ്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ, കുമാരന്മാരും പുരോഹിതന്മാരും എല്ലാവരും ആ ചിതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണ്.
അവരുടെ എല്ലാം ഉള്ള് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയ അവസ്ഥയിൽ കൗശല്യാദേവിയും സുമിത്രാദേവിയും കരയുകയാണ്. അവർ പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഴുകയാണ്. അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു ചിതയിൽ പ്രവേശിക്കാനായിട്ട്. പക്ഷേ രാമന് ലക്ഷ്മണന്മാരെ കാണാനുള്ള ആഗ്രഹം അതിൽ നിന്നും കൂടുതലായിരുന്നു. അതുകൊണ്ട് അവർ ചിതയിൽ പ്രവേശിച്ചില്ല. അങ്ങനെ ആ ചിത കത്തി തീരാറാകുന്നത് വരെ എല്ലാവരും അവിടെ തന്നെ നിന്നു, രാജാവിനെക്കുറിച്ച് ഓർത്തു. അതിനുശേഷം എല്ലാവരും സരയൂ നദിയിലേക്ക് പ്രവേശിച്ച് സ്നാനം ചെയ്തു. എല്ലാവരും അയോധ്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. അതിനോട് കൂട്ടത്തിൽ തന്നെ 10 ദിവസം എല്ലാവരും ദശരഥ മഹാരാജാവിൻ്റെ സ്മരണയ്ക്കായിട്ട് 10 ദിവസം മറ്റൊരു കാര്യങ്ങളും ചെയ്യാതെ ദശരഥ മഹാരാജാവിൻ്റെ സ്മരണയ്ക്കായിട്ട് 10 ദിവസം മാറ്റിയിരിക്കുകയാണ്. വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വെറും തറയിൽ കിടന്നുകൊണ്ട് ആ ദശരഥ മഹാരാജാവിനെ ആലോചിച്ച് 10 ദിവസങ്ങൾ അവർ മാറ്റിവെക്കുകയാണ്. 11ാമത്തെ ദിവസം ആ 11ാമത്തെ ദിവസത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ്. 12ാമത്തെ ദിവസം ഭരതൻ ബ്രാഹ്മണർക്കും മറ്റ് ഋഷിമാർക്കുമൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം 13ാമത്തെ ദിവസം ഭരതനും ശത്രുഘ്നനും ശവം കത്തിച്ച ശരീരം കത്തിച്ച അവിടെ ചിതയെ ഒരുക്കി അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ ആ ഒരു ചിതാഭസ്മം എടുക്കുകയാണ്. അവിടെ അച്ഛൻ്റെ ആ ചിതാഭസ്മം കണ്ടപ്പോൾ രണ്ടുപേരും കരയാൻ തുടങ്ങി, ഭരതനും ശത്രുഘ്നും. വീണ്ടും വീണ്ടും ആ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യമൊക്കെ ഓർത്ത് അവർ അവിടെ തന്നെ വീണ് ബോധം കെട്ട് വീഴുകയാണ്. ശത്രുഘ്നൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ആ മന്ത്ര കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുഃഖം വന്നിരിക്കുകയാണ്. കൈകേയിയുടെ ആ ഒരു ക്രൂര ചിന്താഗതിയും എല്ലാം കൂടെ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയ അച്ഛ, അങ്ങ് എവിടെ പോയിരിക്കുന്നു? ഈ ഭരതനെയും ശത്രുഘ്നെയും ഇവിടെ ആക്കി അങ്ങ് എവിടെയാണ് പോയിരിക്കുന്നത്? എന്നിട്ട് ശത്രുഘ്നൻ ഉറക്കെ ദേഷ്യത്തിൽ പറയുകയാണ്, ഈ ഭൂമി രണ്ടായിട്ട് എന്തുകൊണ്ട് പിളർന്നു പോകുന്നില്ല? കാരണം അങ്ങ് പോയി, രാമനും വനത്തിലേക്ക് പോയി, എൻ്റെ പ്രിയ 2 സഹോദരന്മാരും പോയി. നമുക്കിനി അയോധ്യയിൽ പോകാൻ താല്പര്യമില്ല. കാരണം നമ്മുടെ അച്ഛനും നമ്മുടെ ജ്യേഷ്ഠനും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം ഭരതൻ്റെയും ശത്രുഘ്ൻ്റെയും കരച്ചിൽ കണ്ടിട്ട് മറ്റ് സേവകർക്കും ഒരുപാട് ദുഃഖമായി. അവരെ എല്ലാം ആശ്വസിപ്പിച്ചു. എന്നിട്ട് വസിഷ്ഠമുനി പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു രാജാവായിരുന്നു, പുണ്യാത്മാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉപരിലോകങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു പാപവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾ വെച്ച് അദ്ദേഹം തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്ത് തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. 2 കുമാരന്മാരും വസിഷ്ഠമുനിയെ ഇങ്ങനെ നോക്കി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാക്കുകൾ കേട്ട് അവർക്കൊരാശ്വാസം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരീരം എപ്പോഴും നിർജീവമാണ്. ഇത് നിർജീവമായിട്ടുള്ള വസ്തു കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ശരീരത്തെ. ഇത് ശരീരം ജനിക്കുന്നു, കുറച്ചു കാലം അത് നിലനിൽക്കും, അതിനുശേഷം അന്ത്യം എന്തായാലും ഉറപ്പാണ്. അതുകൊണ്ട് മൂഢരായിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് ശരീരത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി മനസ്സിലാക്കണം, ഈ പ്രപഞ്ചം മൊത്തം, എല്ലാ ജീവജാലങ്ങളോടും കൂടിയുള്ള ഈ പ്രപഞ്ചം മൊത്തം ഒരു ദിവസം നശിക്കും. ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ ആ ഒരു ചിതയെ കാണിച്ചു. രാജാവിൻ്റെ ജീവിതം ധന്യമായി. കാരണം അദ്ദേഹം വീണ്ടും ജനിക്കത്തില്ല. ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവർ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും ശാശ്വതമായിട്ടുള്ള
ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. അവർക്ക് വീണ്ടും ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളാരും അച്ഛനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇനി നിങ്ങളുടെ കർത്തവ്യം നിറവേറ്റുക. നിങ്ങളുടെ അച്ഛൻ ഭഗവാന്റെ ലോകത്തേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഈ സാമ്രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. ഇങ്ങനെയുള്ള ആധ്യാത്മിക നിർദ്ദേശങ്ങൾ വസിഷ്ഠ മുന്നിൽ നിന്ന് കേട്ടപ്പോൾ 2 സഹോദരന്മാർക്കും, ഭരതനും ശത്രുഘ്നും, ഒരു ധൈര്യം വന്നു. അവർ അച്ഛൻ്റെ ആ ചിത ഭസ്മം എടുത്തു. എന്നിട്ട് സരയൂ നദിയിൽ ഒഴുക്കിക്കളയാണ്. അതിനുശേഷം എല്ലാ സേവകരോടുമൊത്ത് അയോധ്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ശത്രുഘ്നൻ ഭരതനോട് പറയുകയാണ്, ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഇത്രയും ശക്തനായിട്ടുള്ള രാമൻ എങ്ങനെയാണ് വനവാസത്തിൽ പോകേണ്ടി വന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ലക്ഷ്മണൻ എന്തുകൊണ്ടത് തടഞ്ഞില്ല? കാരണം രാമൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ലേ, ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട്. ശത്രുഘ്നൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഒരുപാട് പരിഭ്രാന്തനായി. ഇത്രയും വലിയൊരു അനീതി എങ്ങനെ നടന്നു? രാമൻ എങ്ങനെയാണ് സ്വയത്തെ ഇങ്ങനെ വനവാസത്തിനായിട്ട് പറഞ്ഞയച്ചത്? അത് അച്ഛൻ്റെ മരണത്തിനും കാരണമായില്ലേ? എത്ര വലിയ പാപമാണ് രാമൻ ചെയ്തിരിക്കുന്നത്? ശത്രുഘ്നൻ ചിന്തിക്കാൻ, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് തടഞ്ഞേനെ. കൈകേയും പിന്നെ മന്ദരയും നല്ല തക്കതായിട്ടുള്ളൊരു ശിക്ഷ കൊടുത്തേനെ. ഇത്രയും നീചപ്രവൃത്തിക്ക് നന്നായി ഇതിനുള്ള ശിക്ഷയും കൊടുത്തേന്ന് പറഞ്ഞു. ഇങ്ങനെ ശത്രുഘ്നൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തിയപ്പം ദാ നിൽക്കുന്നു കവാടത്തിൽ ആര്? മന്ദര. നല്ല സമയം. മന്ദര നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, നല്ല വില കൂടിയ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. 2 ഭരതനെയും ശത്രുഘ്നെയും കണ്ടപ്പോൾ മന്ദര ഭയം വർദ്ധിച്ചുള്ളിൽ. ഉടൻ തന്നെ ദ്വാരപാലകന്മാര് മന്ദരയെ പിടിച്ചു. എന്നിട്ട് 2 കുമാരന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ആ നീച സ്ത്രീ. ഇവൾ കാരണമാണ് രാമൻ വനവാസത്തിന് പോയതും നമ്മുടെ രാജാവ് നമുക്ക് നഷ്ടപ്പെട്ടതും. ഇതും കൂടെ കണ്ടപ്പോൾ ശത്രുഘ്നന്റെ ഉള്ളില് ദേഷ്യം ഇങ്ങനെ ആളിക്കത്തി എന്നുള്ളതാണ്. ശത്രുഘ്ന സ്വാമി എന്ന് പറഞ്ഞാൽ സുദർശന ചക്രവും കൂടെയാണ്. അപ്പൊ പിന്നെ ഒന്നും പറയണ്ടല്ലോ അല്ലേ. അപ്പൊ ശത്രുഘ്ന സ്വാമിയുടെ ഉള്ളിൽ അങ്ങ് ദേഷ്യം ആളിക്കത്തി. എന്നിട്ട് മന്ദര ഇങ്ങോട്ട് കയറി പിടിച്ചു. അവരുടെ മുടി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു. എന്നിട്ട് എല്ലാ സേവകരുടെ മുമ്പിൽ വെച്ചും പറഞ്ഞു, ഈ ഒരു നീച സ്ത്രീ ഇത്രയും ചെയ്ത ആ പാപത്തിന്റെ ഫലം ഇനി അനുഭവിക്കാൻ പോവുകയാണ്. ഇവൾ കാരണം എത്രമാത്രം ദുഃഖമാണ് നമ്മളെല്ലാവരും അനുഭവിച്ചു. ഈ പ്രജകളും എല്ലാവരും നോക്കൂ ഞാൻ എങ്ങനെയാണ് ഇവളെ ഇനി ശിക്ഷിക്കാൻ പോകുന്നതെന്ന്. മന്ദരയാണെങ്കിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ശത്രുഘ്നാണെങ്കിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ മന്ദരയുടെ കൂട്ടത്തിലുള്ള എല്ലാ സേവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ദിശകളിലേക്ക് ഓടി. അവർ വിചാരിച്ചു ഇനി മന്ദരയ്ക്ക് കിട്ടിയതിൻ്റെ കൂടെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് മന്ദരയെ പിടിച്ച് തറയിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. ആ മന്ദരയുടെ ആഭരണങ്ങളൊക്കെ തകർന്നു. എന്നിട്ട് കൈകേയിയാണെങ്കിൽ മന്ദരയുടെ കരച്ചിൽ കേൾക്കുകയായിരുന്നു. ഉടനെ കൈകേയി വന്ന് സഹായിക്കാനായിട്ട്. എന്നിട്ട് കൈകേയെ കണ്ടപ്പോൾ ഉടനെ ശത്രുഘ്നൻ കൈകേയും വളരെ ശക്തമായിട്ടുള്ള വാക്കുകളിൽ വഴക്ക് പറയാൻ തുടങ്ങി. ശത്രുഘ്നന്റെ ആ ശക്തമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് കൈകേയി പേടിച്ചു. ഇനി കൈകേയിക്കും ഇനി കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ ഭരതന്റെ അടുത്തേക്ക് പോയി രക്ഷയ്ക്കായിട്ട്. അന്നേരം ഭരതനാണെങ്കിൽ കൈകേയി തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നിട്ട് ശത്രുഘ്നോട് പറഞ്ഞു, ശത്രുഘ്ന, എത്ര പാപിയാണെങ്കിലും സ്ത്രീകളെ ഒരിക്കലും നമ്മൾ കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് നീ എന്തായാലും മന്ദരയോട് ക്ഷമിക്കണം. എനിക്ക് എൻ്റെ അമ്മയെ തന്നെ കൊല്ലാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ധർമ്മം അനുവദിക്കുന്നില്ല. സർവോപരി അത് രാമനൊട്ടും ഇഷ്ടമാകത്തില്ല.
നമ്മളിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ രാമൻ പിന്നെ ഒരിക്കലും നമ്മളോട് മിണ്ടത്തില്ല. ഇത് കേട്ട ഉടനെ ശത്രുഘ്നൻ മന്ദരയെ വിടുകയാണ്. അപ്പോഴേക്കും മന്ദര ബോധം കെട്ട് വീഴുകയാണ്. കൈകേയി മന്ദരയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈകേയിക്ക് അപ്പോഴും ശത്രുഘ്നെ നോക്കാൻ ഭയം തോന്നുകയാണ്. എന്നിട്ട് മന്ദരയെ സമാധാനിപ്പിച്ചു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, മന്ദര കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ പറയുന്നു രാമായണത്തിൽ, കൈകേയിക്ക് മന്ദരയെടുത്ത് ഒരു ദേഷ്യം തോന്നില്ല. ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഈ പ്രവൃത്തി കാരണം കൈകേയി കൂടുതൽ ഭയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കുറ്റബോധം തോന്നില്ല. കൈകേയി ചിന്തിക്കുകയായിരുന്നു, അതായത് ഈ വരം ചോദിച്ച സമയത്ത് ദശരഥ മഹാരാജാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകേയി ചിന്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. രാമനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. എൻ്റെ ഉള്ളിൽ എന്ത് ബാധ കയറിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്രൂരപ്രവൃത്തി ചെയ്തത്. ഇത് തീർച്ചയായിട്ടും വിധിയുടെ തന്നെ തീരുമാനമായിരിക്കും. മന്ദരെ കുറ്റം പറയാൻ കഴിയില്ല. ഇതാണ് ആൾക്കാരുടെ പ്രശ്നം. സ്വയം എല്ലാ തെറ്റും ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? വിധിയെ എല്ലാം വിധിയുടെ ഇതുകൊണ്ടാണെന്ന് പിന്നെ പറയും. മനസ്സിലായില്ലേ? സ്വന്തം ഭാഗം ന്യായീകരിക്കും. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ഭഗവാന്റെ തീരുമാനം അനുസരിച്ചാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നത്. കാരണം ഭഗവാൻ വനവാസത്തിന് പോവുക എന്നത് രാവണനെ കൊല്ലാനുള്ള ഒരു ഹേതുവാകാൻ വേണ്ടിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ മന്ദരയും കൈകേയും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണത്താൽ ഭഗവാന് പോകാൻ ഉള്ള ഒരു സാഹചര്യം വന്നേനെ. അന്നേരം ഇത് ഭഗവാന്റെ നിയോഗത്താലാണെങ്കിൽ പോലും അവിടെ, അതായത് ഭഗവാൻ സർവശക്തനാണ്. ഭഗവാന്റെ കാര്യത്തെ നടത്താൻ വേണ്ടി ഭഗവാന് പല രീതികളിലൂടെയും അത് നടത്തിയെടുക്കാം. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഭഗവാൻ ഉപയോഗിച്ചത് മന്ദരയുടെ ഉള്ളിലെ സ്വാർത്ഥതയും കൈകേയിയുടെ ആ അത്യാഗ്രഹവും ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ഹേതുവിനെ ഉണ്ടാക്കിയത്. അതായത് അങ്ങനെയുള്ള ഒരു ഹേതുവാകാനുള്ള ഒരു അവസരം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഭഗവാൻ വേറെ എന്തെങ്കിലും രീതിയിൽ അത് ചെയ്തേനെ. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഇത് രാവണനെ വധിക്കാനും രാക്ഷസകുലത്തിന്റെ ആ അന്ത്യം കുറിക്കാൻ വേണ്ടി ഇതൊരു കാരണമായി എന്നതിൻ്റെ പേരിൽ മന്ദര ചെയ്ത തെറ്റും കൈകേയി ചെയ്ത തെറ്റിനെയും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ കൈകേയും മന്ദരയും അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കരുത്. മറ്റൊരാൾ നമ്മളോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വിധിയാണെന്ന് നമുക്ക് കരുതാം. മനസ്സിലായില്ലേ? മറ്റൊരാളുടെ തെറ്റിനെ, അതിനെ ഒരു തെറ്റായിട്ട് കാണാതെ ആ തെറ്റിനെ അത് നമ്മൾ അർഹിക്കുന്നതാണ്, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്ന് പറഞ്ഞ് നമ്മൾ അവരോട് ക്ഷമിക്കണം. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. കാരണം എന്തു പറ്റും? നമ്മൾ അത് ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൂടാതെ നമ്മുടെ ഉള്ളിലെ ആ ബോധത്തിന് അത് നല്ലതല്ല. പക്ഷെ ഇവിടെ മന്ദര കൈകേയി അങ്ങനെയൊന്നും ചിന്തിക്കാതെ സ്വയത്തെ ന്യായീകരിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇത് കൈകേയിയുടെ ഉള്ളിലെ ചിന്താഗതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൈകേയി വിചാരിച്ചു ഇതെല്ലാം വിധിയുടെ തീരുമാനമാണ്. എന്നിട്ട് കൈകേയി ചിന്തിക്കുകയാണ്, ഞാൻ രാമനോട് വലിയൊരു അനീതിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഭരതനെയും ശത്രുഘ്നെയും ഇങ്ങനെ ഭയത്തോടു കൂടി നോക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. നാളെ രാവിലെ 7 മണിക്ക് രാമായണത്തിൽ ഇനി ഭരതസ്വാമിയും ശത്രുഘ്നസ്വാമിയും എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ, സീതാമയ്യ കി ജയ, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി की जय, हनुमत स्वामी की जय, दशरथ महाराज की जय, कौशल्या देवी की जय, वाल्मीकि ऋषि की जय.